ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ PT കുട്ടപ്പൻ, പെരുന്തിക്കര, കുന്നത്തുനാട് പഞ്ചായത്തിൽ വണ്ടർലായ്ക്കടുത്താണ് എൻ്റെ വീട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാന്തരിക്കുഴി പുഴയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന താളിക്കല്ല് എന്ന ഒരു പ്രദേശത്ത് സംഭവിച്ച ഈ താളിക്കല്ല് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഉത്ഭവം എന്താണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ അറിവിൽ ചരിത്രപരമായി പല കഥകളും അനുഭവസ്ഥർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ഒന്ന് രണ്ട് കഥകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ പെരുന്തിക്കര മലയുടെ വടക്കേ അടിവാരത്ത്, അതായത് പാടത്തിനോട് ചേർന്ന് എന്നാൽ കരഭൂമിയുമായിട്ട് അധികം അകലെയല്ലാത്തൊരു സ്ഥലത്ത് രണ്ട് പാറകൾ തൊട്ടടുത്തടുത്ത് കാണപ്പെട്ടു. അത് എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറഞ്ഞു വരുന്നത്. പണ്ട് ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ജടായു എന്ന ഒരു പക്ഷി രാവണൻ്റെ വാളാൽ രണ്ട് ചിറകുകളും നഷ്ടപ്പെട്ട് പകുതി ജീവനോടെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ശ്രീരാമൻ കണ്ടത്. അത് ജടായു മരിച്ചതിന് ശേഷം എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്തതായി പൂർവികന്മാർ പറയപ്പെടുന്നു. അതുകൊണ്ട് ജടായു ഇവിടെ ശവ സംസ്കാരം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ പുണ്യപാദസ്പർശനം ഏറ്റ സ്ഥലമായതുകൊണ്ടോ എന്നെനിക്കറിയില്ല. സ്വയം നിർമ്മിതമായ രണ്ട് പാറകൾ ഉണ്ടായിരുന്നു. അത് ജലനിരപ്പിൽ നിന്നും ഏതാണ്ട് അരയോളം പൊക്കമുണ്ടായിരുന്നു, അതിനോടൊത്ത് വീതി ഉണ്ടായിരുന്നു എന്ന് ഒരു ചരിത്ര കഥ. പിന്നെ അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത്, ഈ ജടായു എന്ന പക്ഷിയെ രാവണൻ വാളാൽ വെട്ടിയത് അവിടെ അധിവസിച്ചിരുന്ന പരുന്തുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പരുന്തുകളെല്ലാം പല സ്ഥലത്തേക്കും പറന്നുപോയി. അതുകൊണ്ടായിരിക്കാം പെരുന്തിക്കരയ്ക്ക് പരുന്തിരിക്കര എന്ന പേര് വരാൻ കാരണം. ഇനി മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. പണ്ട് ഇവിടെ ഭൂതത്തന്മാർ അധിവസിച്ചിരുന്ന രാത്രി സമയങ്ങളിൽ പണി കഴിപ്പിച്ച പല അമ്പലങ്ങളും ഉണ്ടായിരുന്നതായി അറിയപ്പെടുന്നു. ഒരു അർദ്ധരാത്രി, ഏതാണ്ട് ഒരു രാത്രി കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് പാറകളിലും രണ്ട് നീന്തൽ കുളങ്ങൾ, ആ പാറ തുരന്ന് രണ്ട് നീന്തൽ കുളങ്ങളും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതായി അറിയപ്പെടുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കടന്ന് ചെന്ന് നോക്കാം. വളരെ രാജകീയ പ്രൗഢിയോട് കൂടി തന്നെയാണ് ആ നീന്തൽക്കുളം നിർമ്മിച്ചിരിക്കുന്നത്. അമ്പലക്കുളം പോലെ നടന്നിറങ്ങാനുള്ള കരിങ്കൽ നിർമ്മിതമായ സ്റ്റെപ്പുകളും, അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ ഈ താളി ചതയ്ക്കാനുള്ള കല്ലും, ആ താളി വെള്ളത്തിൽ ലയിപ്പിക്കാനുള്ള ഒരു വാർപ്പും അതിമനോഹരമായിട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ താളി നമ്മുടെ ദേഹത്ത് പുരട്ടിക്കഴിഞ്ഞ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് ഉള്ള രാജകീയ മോഡലുള്ള കസേരയും അടുത്തടുത്ത് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് അവിടെ പണ്ടുള്ളവർ, നമ്പൂതിരിമാരും നായക്കന്മാരൊക്കെ അവിടെ താമസിച്ചിരുന്നു. പിന്നെ രണ്ട് കുളങ്ങൾ അടുത്തടുത്ത് ഒരേ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സ്ത്രീകൾക്കും ഒന്ന് പുരുഷന്മാർക്കും. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സ്ത്രീ കുളിക്കുന്നതിനടുക്ക് മറവ് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവർ പടുകൂറ്റൻ പാറകൾ, അതായത് നമ്മൾ ഇന്ന് JCB ആനയെ പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പടുകൂറ്റൻ പാറകൾ കൊണ്ട് ഒരു മറവ് അവിടെ സൃഷ്ടിച്ചു. അങ്ങനെ ആ മറവ് സൃഷ്ടിച്ചപ്പോൾ നേരം വെളുത്ത് കോഴി കൂവി. അപ്പോൾ അവർ ആ പണി പാതി വഴിയിൽ ആക്കിയിട്ട് പണി പൂർത്തീകരിക്കാതെ പോയി എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് മാന്തരിക്കുടി പാലം. ഈ പാലം വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തെ കൂടുതൽ സങ്കടമാണ് തോന്നുന്നത്. പാലം വന്നെങ്കിലും ചൊവ്വേ നേരെ സഞ്ചരിക്കാനുള്ള റോഡ് വരെ അവിടെ ഇല്ല. ഇനി എന്നെങ്കിലും ഒരു കാലത്ത്
ഇവിടെ ബസ് റൂട്ടെല്ലാം വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ നഷ്ടപ്പെട്ടു പോയ താളിക്കല്ല് അത് ഒരു ബസ്സിരിപ്പ് കേന്ദ്രമായിട്ട് മാറണം എന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആഗ്രഹം.